സ്വർഗമൊരു യാഥാർത്ഥ്യം, നരകവും അതുപോലെ എന്ന പുസ്തകമാണിത്. ദൈവം തിരഞ്ഞെടുത്ത വസൂല റീഡന്റെ അസാധാരണമായ ജീവിതാനുഭവങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ നിങ്ങളും ചേരൂ. എപ്പിസോഡ് 4. മാലാഖയോ സാത്താനോ? എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി എനിക്കൊരു എതിരാളി ഉണ്ടെന്ന്. ഞാൻ യാതൊരു കാരണവശാലും ലക്ഷ്യസ്ഥാനത്ത് എത്തരുതെന്ന് നിശ്ചയിച്ചിരിക്കുന്ന എതിരാളി. എൻ്റെ ആദ്യകാലത്ത് തിന്മയുടെ ശക്തികളുമായി എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഇനി നേരിടാനുള്ളവയോട് താരതമ്യം ചെയ്താൽ വളരെ ദുർബലമായിരുന്നു. അതിസ്വാഭാവിക തലങ്ങളിൽ എനിക്കൊരു ക്രാഷ് പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നു. തിന്മയുടെ ശക്തികൾ അവരുടെ ഊഴത്തിനായി കാത്തിരുന്നു. ഇന്നേറെ പേർക്കും പിശാച് മധ്യകാലഘട്ടത്തിന്റെ ഒരു സൃഷ്ടിയാണ്. ദേവാലയങ്ങളിലും ആർട്ട് ഗ്യാലറികളിലും ആലേഖനം ചെയ്യപ്പെട്ട കൊമ്പും ഇരട്ടക്കുളമുള്ള ഒരു ജീവി, നോക്കി ചിരിക്കാനൊന്ന്, അഥവാ കഴമ്പില്ലാത്ത വെറുമൊരു അന്ധവിശ്വാസം. എന്നാൽ നാം ഒന്ന് മനസ്സിലാക്കണം, അദൃശ്യമായ 2 സൈന്യഗണമാണ് നമ്മുടെ ചുറ്റുമായിട്ടുള്ളത്. ആശ്വാസകരമായ കാര്യമുള്ളത്, വീണുപോയ മാലാഖമാരുടെ സൈന്യത്തേക്കാൾ വളരെ ശക്തമായ സൈന്യനിരയാണ് നല്ല മാലാഖമാരുടേത് എന്നതാണ്. നമ്മുടെ സമരം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും എതിരായിട്ടാണ്. നമ്മുടെ ദൈവം സാത്താനേക്കാൾ വളരെയധികം ശക്തനും ബലവാനുമാണെന്നും അവിടുത്തെ തിരുപുത്രന്റെ കുരിശിലെ പീഡാസഹനം വഴി അവിടുന്ന് നമ്മുടെ രാജ്യത്തിൽ സാത്താനെ വ്യക്തമായി പരാജയപ്പെടുത്തിയെന്നും നാം മറക്കരുത്. മരണത്തിന്റെ വേളയിലും നമ്മെ സ്നേഹിക്കുന്നതിൽ നിന്ന് പിന്മാറാതിരുന്നത് വഴിയാണ് യേശുക്രിസ്തു അത് സാധിച്ചത്. അവിടുത്തെ അതിൽ നിന്ന് പിന്മാറ്റുക എന്നതായിരുന്നു സാത്താന്റെ ലക്ഷ്യം. അങ്ങനെ ദൈവം ലോക ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ സംഭവമെടുത്ത് അതിനെ ഒരു മഹാവിജയമായി മാറ്റിമറിച്ചു. ലോക ചരിത്രത്തിന്മേൽ, അതിന്റെ ആരംഭം മുതൽ അവസാന നാളുകൾ വരെയുള്ള കാലഘട്ടത്തിന്മേൽ അവിടുന്ന് വിജയം സ്ഥാപിച്ചു. അതുകൊണ്ട് സാത്താൻ നിത്യമായി എങ്ങനെ തോറ്റുപോയെന്ന് അവസാന നാളിൽ വെളിവാക്കപ്പെടും. ഏറ്റവും ദുഃഖപൂർണവും ദാരുണവുമെന്ന് നാം കരുതിയ സംഭവങ്ങളെല്ലാം അവിടത്തേക്ക് ഏറ്റവും വലിയ വിജയങ്ങളായി മാറി. നമ്മുടെ കാവൽ മാലാഖമാർ കാവൽ ഭടന്മാരെ പോലെയാണ്. ഒരിക്കലും നമ്മുടെ അടുത്തുനിന്ന് മാറുന്നില്ല. നാം എവിടെ പോയാലും നമ്മോടൊത്ത് കാണും. അതേസമയം ദൈവസന്നിധിയിൽ നിന്നും അവർ ഒരിക്കലും മാറുന്നില്ല. 2 അതിലധികമോ സ്ഥലങ്ങളിൽ ഒരേ സമയം സന്നിഹിതരായിരിക്കുവാൻ അവർക്ക് സാധിക്കും. പിശാച് തന്റെ പൈശാചിക പ്രവൃത്തികൾ വളരെ കൗശലപൂർവ്വം കൈകാര്യം ചെയ്യുമ്പോൾ പിശാചിന്റെ സാന്നിധ്യം വെളിവാക്കപ്പെടുകയില്ല. എന്നാൽ മറ്റു ചില അവസരങ്ങളിൽ അവന്റെ അസൂയയും വെറുപ്പും അക്രമത്തിലൂടെ പ്രത്യക്ഷമായി വെളിപ്പെടുത്തും. അതിസ്വാഭാവിക ശക്തിയാൽ അവൻ കീഴടക്കപ്പെടുന്നതുവരെ. സാത്താൻ തോൽപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ വിവേകം നശിച്ചു പെരുമാറുകയും വെളിയിൽ വന്ന് തന്നെത്താൻ വെളിപ്പെടുത്തുകയും ചെയ്യും. സാത്താൻ അവന്റെ ദുഷ്ടലക്ഷ്യങ്ങളുടെയോ അവന്റെ സാന്നിധ്യത്തിന്റെ പോലുമോ ഒരടയാളവും കാണിക്കാതെ വളരെ ശാന്തമായി രഹസ്യമായി പ്രവർത്തിക്കുമ്പോഴാണ് അവന്റെ പ്രവൃത്തികൾ ഏറ്റവും ഫലദായകമാവുന്നത്. അവന്റെ ചതിപ്രയോഗങ്ങൾ ഫലപ്രദമാവുകയും അവനേറെ പ്രയോജനം കിട്ടുകയും ചെയ്യുന്നത് തുറന്ന ഏറ്റുമുട്ടൽ കൂടാതെ മറയ്ക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ്. ജലനിരപ്പിൽ ചുഴികളൊന്നും രൂപപ്പെടാത്ത രീതിയിൽ അവൻ പ്രവർത്തിക്കുമ്പോൾ ചതിക്കുഴി ഒരുക്കുന്ന അടിയൊഴുക്കുകൾ ഇല്ലെന്ന് കരുതരുത്. ചെകുത്താൻ ഉണ്ടെന്നും അതൊരു ദുഷ്ടാത്മാവാണെന്നും പറയുമ്പോൾ ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക ഡിജിറ്റൽ ലോകത്തിൽ അതിനൊരു വിലയുമില്ല. അതൊരു പഴഞ്ചൻ വിശ്വാസമാണെന്നും മധ്യകാലഘട്ടത്തിലെ ആശയമാണെന്നുമൊക്കെ അവർ പറയും. പിശാചിന്റെ അസ്തിത്വമില്ലായ്മ ഇന്നത്തെ പണ്ഡിതരായ ആൾക്കാരുടെ മുന്നിൽ സമർത്ഥിക്കാൻ പിശാചിന് സാധിച്ചിട്ടുണ്ട്. പിശാച് ഇല്ലെന്ന് തെളിയിക്കുന്ന ശാസ്ത്രജ്ഞരുമുണ്ട്. ആൾക്കാർ എത്ര നിഷ്കളങ്കരായി പോകുന്നെന്ന് ഇത് മാത്രം നോക്കിയാൽ മതി. ഈ നല്ല ആളുകൾക്ക് ഇവരെക്കാൾ കോടിക്കണക്കിന് മടങ്ങ് സാമർഥ്യമുള്ളതും മലീമസമായ ആത്മീയ അന്ധകാരത്തിൽ വസിക്കുന്നതുമായ ഇരുളിന്റെ അരൂപിയെ പരിശോധിച്ചു നോക്കാനാകുമെന്ന് എങ്ങനെ കരുതാൻ കഴിഞ്ഞു? പിശാചില്ലെന്ന് അവർക്ക് എങ്ങനെ ക്രിയാത്മകമായി തെളിയിക്കാൻ പറ്റും? പിശാച് എന്തു ചെയ്യും? അവൻ അവിടെയില്ലെന്ന് അഭിനയിച്ച് വലിപ്പിച്ചുകൊണ്ട് വീണ്ടും കൂടുതലായി അവരെ പറ്റിച്ചുകൊണ്ടിരിക്കും. കാപ്പട്യവും കൗശലവുമാണ് അവന്റെ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ. വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്ന് മാത്രമേ ഒരാൾക്കിത് മനസ്സിലാവുകയുള്ളൂ. ഞാൻ ഈ പുസ്തകം എഴുതാനുള്ള ഒരു കാരണം അതുകൂടിയാണ്.
അന്ധകാരത്തിലേക്ക് നമ്മെ നയിക്കാൻ സാധ്യതയുള്ള എല്ലാ സ്വാഭാവിക ബലഹീനതകളും സാത്താനെ നമ്മിലേക്ക് ആകർഷിക്കുന്ന കാന്തസൂചികളാണ്. സാത്താൻ വളരെ മിടുക്കനായ ഒരു തന്ത്രജ്ഞനാണ്. നാം സംരക്ഷണം നഷ്ടപ്പെട്ട് അവൻ്റെ കയ്യിൽ കിട്ടാൻ സമർത്ഥമായ പല വിദ്യകളും അവൻ പ്രയോഗിക്കും. സാത്താൻ അവൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആളുകളെ ഉപയോഗിക്കും. ഒരടിസ്ഥാനവുമില്ലാതെ അവൻ കുറ്റാരോപണങ്ങൾ ഇളക്കിവിടും. അവൻ ലക്ഷ്യമിട്ടിരിക്കുന്ന ആളെ തകർക്കുവാൻ വേണ്ടി. എന്നാൽ ഇതുമാത്രമല്ല അവൻ്റെ കുടില തന്ത്രങ്ങൾ. ഉറക്കത്തിലായിരിക്കുന്ന ആത്മാവിൽ അസ്വസ്ഥതയും അസമാധാനവും വരുത്തുന്ന പലതരം ആശയങ്ങൾ അവർ കുത്തിവെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ്റെ ആത്മാവിലെ മുഴുവൻ സമാധാനവും നശിപ്പിച്ചെറിയും. ഇതുകൊണ്ടാണ് നാം എപ്പോഴും ഉണർവുള്ളവരായിരിക്കണമെന്നും നമ്മെ ഉറങ്ങുന്നവരായി അവൻ കാണരുതെന്നും പറയുന്നത്. ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല, എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്തതുപോലെ നിങ്ങൾക്കും ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പിശാചിനെതിരെ നമ്മെ തന്നെ സംരക്ഷിക്കുവാൻ സാധിക്കും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ശക്തി പിശാചിൻ്റെ ശക്തിയേക്കാൾ 10 മടങ്ങ് വലുതാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ പിശാച് പല രൂപത്തിൽ എനിക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. എന്നെ കഴുത്തിൽ ഞെക്കിക്കൊല്ലാനായി വരുന്ന വൃത്തികെട്ട കറുത്ത കൈകൾ കൂടാതെ ചുവന്ന കണ്ണുകളുമായി എൻ്റെ മേൽ ചാടി വീണ് എന്നെ കഷ്ണങ്ങളാക്കാൻ നിൽക്കുന്ന കറുത്ത പട്ടിയെയുമൊക്കെ ഞാൻ കൂടെ കൂടെ കാണാറുണ്ടായിരുന്നു. ദൈവത്തിന് എന്നെ സംബന്ധിച്ച് ഒരു പ്രത്യേക പദ്ധതിയുണ്ടെന്ന് പിശാച് എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ടാവണം. എന്നാൽ ഈ കാലഘട്ടത്തിന് മുമ്പ് സാത്താന് ഇത്ര ശക്തിയുണ്ടെന്നോ അവനും അവൻ്റെ അനുചരന്മാരും കൂടി നിരന്തരം ഇങ്ങനെ നമ്മുടെ ചുറ്റും വേലയിൽ വ്യാപൃതരാണെന്നോ ഒരിക്കലും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ ജീവിതം മുഴുവനായി ദൈവത്തിന് സമർപ്പിച്ചിരിക്കയാൽ കർത്താവിനെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിയെയും പോലെ ഞാൻ പൈശാചിക ശക്തികൾക്ക് ഒരു വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണ്. ഒരു വ്യക്തി ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നരകത്തിൽ ഒരു സൈറൻ മുഴങ്ങും. അയാൾ പിന്നെ ചെകുത്താൻ്റെ റഡാർ നിരീക്ഷണത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് ലോകത്തെ സ്വാധീനിക്കാൻ കഴിയും. സാത്താൻ്റെ പല പദ്ധതികളെയും തകിടം മറിക്കാനും സാധിക്കും. അങ്ങനെ എൻ്റെ കാവൽ മാലാഖയുടെ പരിശീലനത്തിന് ശേഷം എന്നെ പിതാവായ ദൈവത്തിന് അടിയറ വച്ചപ്പോൾ പിശാചുക്കളുടെ വിഭ്രാന്തിയിൽ നരകത്തിന് തന്നെ ഭ്രാന്തി ഇളകുന്നത് പോലെയായി. സാത്താൻ അവൻ്റെ മുഴുവൻ പകയോടെ എന്നെ ആക്രമിച്ചു. സാത്താൻ എന്നെ സമീപിക്കുമ്പോൾ എൻ്റെ മാലാഖ എൻ്റെ അടുത്തു വരുന്നതിൻ്റെ നേർവിപരീത അനുഭവമാണ് ഉണ്ടാകുന്നത്. ഡാനിയേൽ എൻ്റെ അടുത്ത് വന്ന് ദൈവം നിന്റെ അടുത്തുണ്ട്, നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷവും സമാധാനവും എന്നിൽ നിറയുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ സാത്താൻ സമീപിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ പകയും ക്രൂരതയും അന്തരീക്ഷത്തിൽ നിറയുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അവൻ്റെ പരുഷമായ വാക്കുകളും ഞാൻ കേട്ടു. പോ, ഓ ഓ ഓ ഓ പോകുക എന്നാണ് അവൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മാലാഖയോടും ദൈവത്തോടും ഞാൻ സംസാരിക്കുന്നത് നിർത്തണമെന്നാണ് അവൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് പിശാചിനെ പറ്റി അന്ന് അത്രയൊന്നും അറിയില്ല. എന്നാൽ ആ പരുക്കൻ ശബ്ദത്തിലൂടെ ദുഷ്ടത എനിക്ക് വളരെ കൃത്യമായി മനസ്സിലായി. ഞാൻ ഭയന്നു വിറയ്ക്കുകയായിരുന്നു. അവൻ്റെ സാന്നിധ്യം എന്നെ ഭയചകിതയാക്കി. ഭീതിയുടേതായ ഇത്തരമൊരു അനുഭവം എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. ഭയത്താൽ ഞാൻ മരവിച്ചുപോയി. സാത്താൻ്റെ ഭാരം എൻ്റെ ചുറ്റിലും കനം വച്ചു നിന്നിരുന്നു. അതിനു പുറമെ ഭീതിതമായ ഒരു നാറ്റവും മുറിയിലാകെ നിറഞ്ഞിരുന്നു. പിശാചു മുരണ്ടതിൻ്റെ സ്വരം മനുഷ്യരുടേതുപോലെയല്ല, വന്യമൃഗത്തിൻ്റേതുപോലെയായിരുന്നു. ആ സ്വരം മുറിയിൽ പ്രതിധ്വനിച്ചു. എൻ്റെ നട്ടെല്ലിൻ്റെ അവസാന ഭാഗം മുതൽ ഉച്ചിവരെ മുഴുവൻ ഭാഗത്തും ഒരു വിറയിൽ കടന്നു പോകുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ ഉള്ളിൽ ഞാൻ ഒരിക്കൽ കൂടി മാലാഖ ഡാനിയേലിനെയും ദൈവത്തെയും അന്വേഷിച്ചു. എന്നാൽ അവരെ കണ്ടില്ല. ഇടിമുഴക്കം പോലെ ആ സ്വരം വീണ്ടും കേട്ടു. പോ, ഇവിടെ നിന്ന് കടന്നു പോ. ദുഷ്ടയായ സ്ത്രീ, വേഗം പൊക്കോ, അല്ലെങ്കിൽ നരകത്തിലെ തീയിലിടും. എൻ്റെ മുഴുവൻ ശക്തിയും സംഭരിച്ച് ഹൃദയത്തിൽ ദൈവത്തെ വിളിച്ചുകൊണ്ട് ഞാൻ ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞു, ഇല്ല. എൻ്റെ മാലാഖയിൽ നിന്നോ ദൈവത്തിൽ നിന്നോ അകലാൻ തയ്യാറല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിശാച് ഉച്ചത്തിൽ കൂവുകയും എന്നെ പ്രാകുകയും ശപിക്കുകയും ചെയ്തു. അസഭ്യവും അശ്ലീലവും വിളിച്ചു പറയുന്നത് തുടർന്നുകൊണ്ടിരുന്നു.
തുടർന്ന് ഒരു ഭ്രാന്തന്റെ വേഷമെടുത്തിട്ട് എന്നെ നുള്ളുകയും ശകാരിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എല്ലാത്തരം തിന്മയും സാത്താൻ എൻ്റെ മേൽ ആരോപിച്ചു. സാത്താന് കുറ്റാരോപകൻ എന്നൊരു പേരുകൂടിയുണ്ടെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. കാരണം അന്ത്യവിധി നാളിൽ കർത്താവ് നമ്മെ ന്യായീകരിക്കുമ്പോൾ നാം ചെയ്തിട്ടുള്ള ഓരോ പാവവും എടുത്തു പറഞ്ഞ് സാത്താൻ നമ്മിൽ കുറ്റം ആരോപിക്കും. ദൈവം മുഴുവൻ സ്നേഹവും കരുണയും കരുതലുമാണെങ്കിൽ സാത്താൻ മുഴുവൻ അതിൻ്റെ നേരെ വിപരീതമാണ്. അവൻ എന്നെ ആക്രമിച്ചപ്പോൾ അവൻ്റെ പരിഹാസം അത്ര ശക്തവും രൂക്ഷവുമായിരുന്നതുകൊണ്ട് എനിക്ക് സമനില തെറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഇത്തരം ആക്രമണങ്ങൾ പകലും അതിനേക്കാൾ ഭയാനകമായി രാത്രിയിലും തുടർന്നുകൊണ്ടിരുന്നു. എനിക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. സാത്താൻ എൻ്റെ ശരീരത്തിൽ നിന്ന് ശ്വാസം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണോ എന്ന് തോന്നി. ഒരു കഴുകൻ എൻ്റെ വയറ്റിൽ അതിൻ്റെ കാലും നഖവും കുത്തിയിറക്കി എന്നെ ശ്വാസം മുട്ടിക്കുന്നതായി ശാരീരികമായി വളരെ യഥാർത്ഥമായി അനുഭവപ്പെട്ടു. ഈ പീഡനം തുടർന്നപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. അപ്പോൾ പിശാച് തികഞ്ഞ അവജ്ഞയോടെ എന്നെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, മുറിവുകളിൽ വെള്ളമൊഴിക്കുന്നത് നിർത്തിയാലും. ഭയങ്കര ഭയത്തിനിടയിലും എൻ്റെ സമരത്തിൻ്റെ പിറകിൽ വേറൊരു വലിയ യുദ്ധം നടക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എൻ്റെ മാലാഖ ഡാനിയേലും പിശാചും തമ്മിലായിരുന്നു അത്. മാലാഖ എനിക്ക് വേണ്ടി കഠിനമായി പോരാടുകയായിരുന്നു. അതിസ്വാഭാവിക സഹായം കൂടാതെ ഞാൻ രക്ഷപ്പെടുകയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ എൻ്റെ മാലാഖയോട് സഹായം അഭ്യർത്ഥിച്ചു. മാലാഖ ഉത്തരമായി ഒറ്റ വാക്ക് മാത്രം പറഞ്ഞു, പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഴു ശക്തിയോടുകൂടി സഹായത്തിനായി യാചിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവസാനം കുറച്ചു സമയത്തിന് ശേഷം യുദ്ധം അവസാനിച്ചു. പിശാച് അവൻ്റെ ആക്രമണം അവസാനിപ്പിച്ചു. എനിക്ക് കുറച്ചു ദിവസത്തേക്ക് സമാധാനം ലഭിക്കുകയും ചെയ്തു. എൻ്റെ കാവൽ മാലാഖ എനിക്കെത്ര വിലപ്പെട്ടതാണെന്ന് സമാധാനത്തിൻ്റെയും ശാന്തതയുടേതുമായ ആ നിമിഷങ്ങളിൽ ഞാൻ വിചാരിച്ചു. എന്നെ കരുതുകയും എന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായൊരു സുഹൃത്തിനെ പോലെ പിശാചിനോട് യുദ്ധം ചെയ്ത് അവനെ ദൂരെ അകറ്റുകയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കെൻ്റെ മാലാഖയുടെ സംരക്ഷണം ആവശ്യമായിരുന്നു. കാരണം പിശാച് ഒരിക്കലും പിന്മാറുന്നവനല്ല. അവൻ പുതിയതും വ്യത്യസ്തവുമായ തന്ത്രങ്ങൾ മെനയുകയാവും. ആദ്യം പിശാച് അവൻ്റെ ശ്രദ്ധ എൻ്റെ കുടുംബാംഗങ്ങളുടെ മേലാണ് തിരിച്ചത്. എൻ്റെ ജ്ഞാനസ്നാന പുത്രിയും കൂടിയായ എൻ്റെ മരുമകൾ അവൾക്കുണ്ടായ അനുഭവം എന്നോട് പങ്കുവയ്ക്കുന്നത് 15 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അവൾ കാണുന്നത് ഒരു ഡൈനിങ് ടേബിളിൻ്റെ തലയ്ക്കൽ അവൾ ഇരിക്കുന്നതായിട്ടാണ്. അവളുടെ കഴുത്തിൽ കുറേ ജപമാലകളും ഉണ്ട്. മേശയിൽ മറ്റു പലരും ഉണ്ട്. ഞാനും അങ്ങേ അറ്റത്തിരിക്കുന്നുണ്ട്. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. സാത്താൻ അകത്ത് പ്രവേശിച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ വിവരണം ഇങ്ങനെയാണ്: അത് അരയ്ക്ക് കീഴ്പോട്ട് ആടിനെ പോലെയാണ്, മുകളിലേക്ക് മനുഷ്യനെ പോലെ. വൃത്തികെട്ട മുഖവും തലയിൽ വളഞ്ഞ കൊമ്പുകളുമുള്ള മനുഷ്യൻ. അന്നത്തെ ആ കാഴ്ചയും ആ ഭീഷണി മുറ്റിയ വാക്കുകളും ഉണ്ടാക്കി ഭീതിയുടെ ഓർമ്മയിൽ ആ സംഭവം വിവരിച്ചപ്പോൾ പോലും ഉച്ചത്തിൽ ഏങ്ങലടിച്ചുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞുപോയി. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നിന്റെ അമ്മായിയെ ഞാൻ വെറുക്കുന്നു, അതുപോലെ നിന്നെയും വെറുക്കുന്നു. ഇതുപോലെ സാമ്യമുള്ള ഒന്ന് എൻ്റെ മകനുമുണ്ടായി. ഉറക്കത്തിൽ പിശാച് അവന് പ്രത്യക്ഷപ്പെട്ടു, നീണ്ട താടിയുള്ള ഒരു വയസ്സൻ്റെ രൂപത്തിൽ. ആ സ്വപ്നത്തിൽ പിശാച് അവനോട് പറഞ്ഞു, നിന്റെ അമ്മയോട് എഴുത്തു നിർത്തുവാൻ പറയണം, അല്ലെങ്കിൽ അവൾ ചെറുതായിരുന്നപ്പോൾ അവളോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യും. എൻ്റെ കൈ നിന്റെ കഴുത്തിന് ചുറ്റുമിട്ട് നിന്നെ ശ്വാസം മുട്ടിക്കും. എൻ്റെ ആ ദുസ്വപ്നത്തെപ്പറ്റി ഞാൻ മകനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് പിശാച് തന്നെയാണെന്ന് വ്യക്തമാണ്. ഈ ആക്രമണങ്ങളെല്ലാം എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. എൻ്റെ കുടുംബാംഗങ്ങളെ ആക്രമിക്കുവാൻ അവനെ അനുവദിച്ചുകൂടാ. ഇടപെടണമെന്ന് ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. ഞങ്ങളുടെ സംരക്ഷകനായി മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനെ നിയമിക്കാമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തു. ആ ഉറപ്പിൽ എനിക്ക് സമാധാനമായി. പിന്നീട് എന്നെ സ്വാധീനിക്കാൻ വ്യത്യസ്തമായ ഒരു വഴിയാണ് അവൻ പരീക്ഷിച്ചത്. അവൻ വളരെ സൂത്രശാലിയായതുകൊണ്ടും അരൂപിയുടെ ലോകത്തെപ്പറ്റി എനിക്കിനിയും വേണ്ടത്ര പരിജ്ഞാനമില്ലെന്ന് അവൻ അറിയാമായിരുന്നതുകൊണ്ടും എൻ്റെ സ്വന്തം മാലാഖ ഡാനിയേലിൻ്റെ രൂപമാണ് ഇത്തവണ പിശാച് സ്വീകരിച്ചത്. കർത്തൃപ്രാർത്ഥന കർത്താവിൻ്റെ മുമ്പിൽ ചൊല്ലിക്കേൾപ്പിച്ച അന്നു മുതൽ
ഞാൻ അറിയുന്ന സ്നേഹമുള്ള ദൈവവും കരുതലുമുള്ള പിതാവുമായ എൻ്റെ ദൈവത്തെ വേറൊരു ഛായയിൽ അവതരിപ്പിച്ചുകൊണ്ട് എന്നെ വിഡ്ഢിയാക്കാനാണ് ഈ കള്ളമാലാക പരിശ്രമിച്ചത്. ഈ കള്ളമാലാക ദൈവം ഭയങ്കരനാണെന്നും അവിടുത്തെ നാം ഭയപ്പെടണമെന്നും പറഞ്ഞു തുടങ്ങി. സാത്താൻ്റെ ലക്ഷ്യം ദൈവത്തിൽ നിന്നും എന്നെ സംബന്ധിച്ചുള്ള അവിടുത്തെ പദ്ധതിയിൽ നിന്നും എന്നെ അകറ്റണം എന്നതായിരുന്നു. ദൈവത്തെ ഭയപ്പെടുത്തുന്ന ആളാക്കിക്കൊണ്ട് എന്നെ ദൈവത്തോടുള്ള ഭയത്തിലെത്തിക്കാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാകുമ്പോൾ ദൈവം വന്ന് എന്നോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ വിളി എനിക്ക് പേടിയാകുമല്ലോ. ഡാനിയേലിൻ്റെ സ്വരമാണോ പിശാചിൻ്റെ സ്വരമാണോ എന്ന് വ്യവച്ഛേദിക്കാനാവാതെ പല അവസരങ്ങളിലും ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ദൈവം ക്ഷിപ്രകോപിയാണെന്നും പെട്ടെന്ന് അരിശപ്പെടുമെന്നും കർക്കശക്കാരനായ ന്യായാധിപനാണെന്നും വളരെ ചെറിയ പിഴവുകൾക്ക് പോലും തൻ്റെ ജനത്തെ ശിക്ഷിക്കുമെന്നുമൊക്കെ എന്നെ വിശ്വസിപ്പിക്കത്തക്ക രീതിയിൽ ഈ കള്ളമാലാഖ എന്നെ നയിച്ചുകൊണ്ടിരുന്നു. ഇടക്കാലത്തേക്ക് ഞാൻ അവനെ വിശ്വസിച്ചു തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ പിശാച് എൻ്റെ മരിച്ചുപോയ അപ്പച്ചൻ്റെ സാദൃശ്യം എടുത്തു. അപ്പച്ചൻ്റെ അതേ സ്വരമായിരുന്നു. അപ്പച്ചൻ്റെ ഈ പതിപ്പ് ഫ്രഞ്ചിലാണ് എന്നോട് സംസാരിച്ചത്. അപ്പച്ചൻ സാധാരണ അങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവവുമായുള്ള ഈ ആശയവിനിമയമൊക്കെ നിന്റെ വെറുമൊരു തോന്നലാണെന്ന് നിന്നോട് പറയാൻ ദൈവം എന്നെ അയച്ചിരിക്കുകയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഹോ, ദൈവം നിന്നോട് സംസാരിക്കുകയോ? ഇങ്ങനെയൊന്ന് നീ മുമ്പെന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? എനിക്ക് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടെന്നാണ് അതിൻ്റെ അർത്ഥമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ദർശനത്തിൽ എന്തോ അപാകതയുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്നാൽ ഡാനിയേലിനെ പറ്റി എന്തു പറയുന്നു? മാലാഖമാർക്ക് അങ്ങനെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയുമോ? ഓ, അവനോ? അയാൾ പറഞ്ഞു. ആ സ്വരത്തിൽ നിറഞ്ഞു നിന്ന വെറുപ്പിൽ നിന്നും പെട്ടെന്ന് തന്നെ അത് പിശാചാണെന്നും അവൻ എന്നെ പറ്റിക്കുകയായിരുന്നെന്നും എനിക്ക് മനസ്സിലായി. എൻ്റെ അപ്പച്ചൻ ഒരിക്കലും എന്നോട് ഈ വിധം സംസാരിക്കുകയില്ല. ഈ ഇടവേളയിൽ എനിക്ക് വളരെയധികം ഏകാന്തത അനുഭവപ്പെട്ടു. ആ സമയത്ത് അവിടെ ബംഗ്ലാദേശിൽ എനിക്ക് ആധ്യാത്മിക കാര്യങ്ങളിൽ സഹായമോ ഉപദേശമോ തേടാൻ പറ്റിയ ആരുമുണ്ടായിരുന്നില്ല. നടക്കുന്നതെല്ലാം വിവരിച്ച് കേൾപ്പിച്ച് എൻ്റെ ഭർത്താവിനെ വിഷമിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. എല്ലാം ഞാൻ രഹസ്യമായി വെച്ചു. പിശാചിന് ഇതെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ആക്രമണങ്ങൾ അവൻ കൂട്ടിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും അവൻ കൂടുതൽ പിശാചുക്കളെ കൂട്ടത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. പകലും രാത്രിയും എൻ്റെ ചുറ്റിലും അവരുടെ സാന്നിധ്യം ഞാൻ അറിയുകയും അവരുടെ ശബ്ദം ഞാൻ കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ പിഴച്ചുപോയ മാലാഖമാർ എന്നെ ആക്രമിച്ചു, എന്നെ പരിഹസിച്ചു, എല്ലാത്തരം അശ്ലീല നാമങ്ങളും എന്നെ വിളിച്ചു. ഇതിലൂടെയെല്ലാം കടന്നു പോകുവാൻ ദൈവം എന്തിനാണ് എന്നെ അനുവദിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. പക്ഷേ അവസാനം ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്ന ഈ മാനസിക പീഡനത്തിന് എൻ്റെ മേൽ പഴയ ഫലം ഇല്ലാതായി. സാത്താനേക്കാൾ വളരെ ശക്തനാണ് ദൈവമെന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവത്തോട് കൂടുതൽ അടുത്തു വന്നതോടെ സാത്താനോടുള്ള ഭയം കുറഞ്ഞു വന്നു. എന്നാൽ അവൻ എന്നെ കൊല്ലാൻ ആഗ്രഹിച്ചു മുമ്പത്തേതിനേക്കാൾ അധികമായി വിറകൊണ്ടിരുന്നു. അവൻ്റെ കോപാവേശം വർദ്ധിച്ചു. അതിനനുസരിച്ച് അവൻ്റെ തന്ത്രം ഒരിക്കൽ കൂടി വ്യത്യാസപ്പെടുത്തി. എന്നെ ശാരീരികമായി ആക്രമിക്കാൻ പിശാച് ആരംഭിച്ചു. ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് മുഴുവനായി വിശദീകരിക്കുവാൻ കഴിയുകയില്ല. കാരണം ഇത് ഭാഗികമായി അരൂപിയിലും ഭാഗികമായി ശരീരത്തിലുമാണ്. ആദ്യം പിശാച് എൻ്റെ കയ്യിൽ തിളച്ച എണ്ണ തെറിപ്പിച്ചു. ദൈവത്തിൽ നിന്നും മാലാഖയിൽ നിന്നുമുള്ള സന്ദേശങ്ങളെല്ലാം ഞാൻ എഴുതിയെടുത്തുകൊണ്ടിരുന്നു. ഈ എണ്ണ എൻ്റെ വലത്ത് കൈയിലെ നടുവിരലിൽ ഞാൻ പെൻസിൽ പിടിക്കുന്ന ഭാഗത്തു തന്നെ വലിയൊരു പൊള്ളലുണ്ടാക്കി. എല്ലാ ദിവസവും മാലാഖയിൽ നിന്നും ദൈവത്തിൽ നിന്നുമുള്ള സന്ദേശങ്ങൾ എഴുതിയെടുക്കാൻ ആ ഭാഗത്ത് ദിവസവും എന്തെങ്കിലും വെച്ച് ഞാൻ ഡ്രസ് ചെയ്യണമായിരുന്നു. വേറൊരവസരത്തിൽ തായ്ലാൻഡിൽ ഞങ്ങൾ കുടുംബസമേതം അവധിക്കാലം ചെലവഴിക്കുമ്പോൾ അടുത്തുള്ള ദ്വീപ് സമൂഹത്തിലേക്ക് ബോട്ടിൽ യാത്ര പോവുകയുണ്ടായി. മടക്കയാത്രയിൽ തീരമടുക്കാറായപ്പോൾ ബോട്ടിനൊരു കുലുക്കമുണ്ടായി. ഞാൻ വീഴാൻ തുടങ്ങിയതുകൊണ്ട് കയ്യിൽ കിട്ടിയതിൽ എത്തിപ്പിടിച്ചു. ബോട്ടിൻ്റെ ചുട്ടുപഴുത്തിരുന്ന ചൂട് പുറം തള്ളുന്ന പൈപ്പായിരുന്നു അത്. വലത് കൈപ്പത്തി മുഴുവൻ വല്ലാതെ പൊള്ളിക്കൊമിളച്ചുപോയി. ഹോട്ടലിൽ എത്തുന്നവരെ ദുസ്സഹമായ വേദനയായിരുന്നു. ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമെന്നാണ് കരുതിയത്. ആഴ്ചകൾ കഴിയാതെ എനിക്ക് പെൻസിൽ പിടിക്കാൻ കഴിയുകയില്ലെന്ന് ഉറപ്പായിരുന്നു. വളരെ ഗുരുതരമായ ഒരു പൊള്ളലായി അത് കാണപ്പെട്ടെങ്കിലും
ഹോട്ടലിൽ എത്തിയപ്പോൾ എൻ്റെ കയ്യിൽ അല്പം പോലും വേദനയില്ലായിരുന്നു. പൊള്ളി ഭാഗത്ത് ചുവപ്പോ ചെറിയ പാടുപോലുമോ ശേഷിച്ചില്ലെന്നാണ് വാസ്തവം. പിശാചിനെ അത്ര ദൂരം പോകാനേ ദൈവം അനുവദിച്ചുള്ളൂ. അവിടുത്തെ കരുണയിൽ അവിടുന്ന് എൻ്റെ കരം ഭേദമാക്കി. ചിലപ്പോൾ പിശാച് നാം ഏറ്റവും വെറുക്കുന്ന വസ്തു തന്നെ നമുക്കെതിരെ ഉപയോഗിക്കും. എനിക്ക് ഏറ്റവും ഭയവും വെറുപ്പുമുള്ള വസ്തുവാണ് പാറ്റ. ഇക്കാര്യം പറയുന്നത് പോലും ഭീകരമാണ് എനിക്ക്. എന്നാൽ പിശാച് എത്രമാത്രം നിന്ദിനും പകയുള്ളവനുമാണെന്ന് ഇത് കാണിച്ചു തരുന്നു. വീട്ടിൽ വെച്ച് ഒരു ദിവസം ഞാൻ മുറിയടച്ച് വെളിയിൽ ഇറങ്ങുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ മുഖത്ത് ഒരു നനവ് തോന്നി. തൊട്ടു നോക്കിയപ്പോൾ എന്തോ ദ്രാവകം തെളിച്ചതുപോലെ. ഉടൻ തന്നെ ചെകുത്താൻ്റെ പൊട്ടിച്ചിരിയും സ്വരവും ഞാൻ കേട്ടു. ഇങ്ങനെയാണ് ഞാൻ മാമോദീസ മുക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഞാൻ കതകടച്ചപ്പോൾ വലിയൊരു പാറ്റ അതിനിടയിൽ ചതഞ്ഞെറിഞ്ഞെന്നും അതിൻ്റെ ദ്രാവകമാണ് എൻ്റെ മുഖത്ത് തെറിച്ചതെന്നും എനിക്കുണ്ടായ വെറുപ്പും അറപ്പും എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്നാൽ പിശാച് പ്രതികാരം ചെയ്യാനും നമ്മെ ശരിയായ വഴിയിൽ നിന്നും അതുപോലെ ദൈവത്തിൽ നിന്നും പേടിപ്പിച്ചോടിക്കുന്നതിനും ഏതറ്റം വരെയും പോകുമെന്നും നാം മനസ്സിലാക്കണം. ചിത്രം എനിക്ക് വളരെ വ്യക്തമായി. ഞാൻ ദൈവവുമായി സംസാരിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് പിശാചിന്റെ ഏക ലക്ഷ്യം. ഇതൊരു വലിയ ആത്മീയ യുദ്ധമായിരുന്നു. ദൈവവും എനിക്കത് കാണിച്ചു തന്നിരുന്നു. ഞാൻ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു പോയതുകൊണ്ടാണ് പിശാച് എന്നെ ആക്രമിക്കുന്നതെന്ന്. ഞാൻ മുഴുവനായി ദൈവത്തോടു കൂടി അല്ലാതിരുന്നിടത്തോളം കാലം പിശാചിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പിശാചിനെതിരെ പോരാടാൻ ദൈവം എന്നെ പരിശീലിപ്പിക്കുകയും പരുവപ്പെടുത്തുകയുമാണെന്ന് കണ്ടപ്പോൾ അവന് കലി കയറി. ഒരു രാത്രി ഞാനൊരു ദർശനം കണ്ടു. ഞാനൊരു മുറിയിൽ നിൽക്കുന്നു. ഒരു സർപ്പം തറയിലൂടെ തെന്നി നീങ്ങുന്നു. ഈ സർപ്പം പിശാചിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സർപ്പത്തെ ഒരിക്കൽ ഞാൻ വളർത്തിയിരുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ അതിനെ അവഗണിക്കുകയും അതിന് ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. വിശന്നും വേവലാതി പൂണ്ടും അത് ഭക്ഷണം തേടി അതിൻ്റെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. വിശന്നും വേവലാതി പൂണ്ടും അത് ഭക്ഷണം തേടി അതിൻ്റെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അത് അതിൻ്റെ ഭക്ഷണപാത്രത്തിനടുത്തേക്ക് എഴിഞ്ഞു പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അതിനകത്ത് 2 മുന്തിരിപ്പഴം മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് വിഴുങ്ങിയെങ്കിലും അതിന് വിശപ്പ് മാറിയില്ല. അതുകൊണ്ട് ഭക്ഷണം തേടി അത് അടുക്കള ഭാഗത്തേക്ക് നീങ്ങി. എൻ്റെ മനോഭാവം മാറിയെന്നും ഇപ്പോൾ ഞാൻ അതിൻ്റെ മിത്രമല്ല ശത്രുവാണെന്നും ഇതിനിടയ്ക്ക് അതിന് മനസ്സിലായി. അതിപ്പോൾ തന്നെ എൻ്റെ നേരെ തിരിയുമെന്നും എന്നെ കൊല്ലുമെന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ടു. അപ്പോൾ തന്നെ എൻ്റെ കാവൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് എന്താണ് എൻ്റെ പ്രശ്നമെന്ന് അന്വേഷിച്ചു. മാലാഖയോട് ഞാൻ സർപ്പത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഞാൻ അതിൻ്റെ ശത്രുവായിരിക്കയാൽ ഞാൻ വളരെ വിഷമിക്കുകയാണെന്നും പറഞ്ഞു. അതിനെ ഓടിച്ചുവിടാൻ സഹായിക്കാമെന്ന് എൻ്റെ മാലാഖ പറഞ്ഞു. ആ യുദ്ധത്തിൽ മാലാഖയെ സഹായിക്കാൻ ഞാനും കൂടെ പോകണമോ വേണ്ടയോ എന്ന് ഞാൻ ആദ്യം ശങ്കിച്ചു. എന്തായാലും ഞാനും കൂടി മാലാഖയോടൊപ്പം ചേർന്ന് ആ ജോലി ഒന്നിച്ച് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഡാനിയേൽ ഒരു ചൂലെടുത്ത് പുറത്തേക്കുള്ള വാതിൽ തുറന്നു. പിന്നെ മാലാഖ സർപ്പത്തിന്റെ അടുത്ത് ചെന്നിട്ട് തുറന്നു കിടക്കുന്ന വാതിലിന് നേരെ ചൂലുകൊണ്ട് അതിനെ പേടിപ്പിച്ചോടിപ്പിക്കാൻ ശ്രമിച്ചു. സർപ്പം ചൂലിൽ നിന്ന് എല്ലാ വശത്തേക്കും തെന്നി മാറിക്കൊണ്ടിരുന്നു. അലമാരയിലോ ഷെൽഫിലോ ഒക്കെ കയറിക്കൂടാൻ അത് പരിശ്രമിച്ചു. അവസാനം എൻ്റെ മാലാഖയുടെ ശക്തമായ ഇടപെടൽ മൂലം അത് കതകിന് പുറത്തേക്ക് പോയി. മാലാഖ ഉടൻ തന്നെ വാതിൽ കൊട്ടിയടയ്ക്കുകയും ചെയ്തു. സർപ്പം എന്തു ചെയ്യുന്നുവെന്ന് ഞങ്ങൾ ജനാലയിൽ കൂടി നിരീക്ഷിച്ചു. അതിന് പരിഭ്രാന്തിയായി. തിരിച്ചു പോരാൻ വേണ്ടി അത് തലയുയർത്തി തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വാതിൽ സുരക്ഷിതമായി അടച്ചു കഴിഞ്ഞിരുന്നു. എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ അത് ധൃതിയിൽ സ്റ്റെയർ കേസ് ഇറങ്ങി നിരത്തിലൂടെ പോകുന്നത് ഞങ്ങൾ കണ്ടു. പ്രധാന കവാടം കടന്നയുടൻ അത് ഭീമാകാരമായ ഒരു ചൊറിത്തവളയുടെ രൂപം സ്വീകരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അത് ദുഷ്ടാരൂപിയുടെ രൂപമെടുത്തു. ഉടനെ അപായ സൈറൻ മുഴങ്ങുകയും പുറത്തവിടെയുണ്ടായിരുന്ന ആളുകളെല്ലാം കൂടി ദുഷ്ടാരൂപിയെ പിടിച്ചുകെട്ടുകയും ചെയ്തു. ഈ ദർശനം എനിക്ക് ലഭിച്ചത് ഞാൻ ദൈവത്തെ സ്വീകരിക്കുകയും അവിടത്തേക്ക് എന്നെ മുഴുവനായി അടിയറ വയ്ക്കുകയും ചെയ്തതിനു ശേഷമാണ്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ സ്റ്റെയർ കേസ് ഇറങ്ങി അടുക്കളയിലേക്ക് പോകുകയായിരുന്നു. സ്റ്റെയർ കേസിന്റെ ലാൻഡിങ്ങിൽ പെട്ടെന്ന് ഞാൻ ഈശോയെ കണ്ടു. അവിടുന്ന് എൻ്റെ നേരെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു.
അവിടുത്തെ കവിളുകളിൽ നുണക്കുഴികൾ വ്യക്തമായി കാണാമായിരുന്നു. അവിടുന്ന് വളരെ സംതൃപ്തനും സന്തോഷവാനുമായി കാണപ്പെട്ടു. കണ്ണുകളിലെ ഭാവത്തിൽ നിന്ന് അവിടത്തേക്ക് എന്നോട് വളരെയധികം സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായി. തുറച്ചു നോക്കിക്കൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. അപ്പോൾ അവിടുന്ന് അപ്രത്യക്ഷനായി. ആ സമയം വരെയും എൻ്റെ മാലാഖയും പിതാവായ ദൈവവും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ യേശുക്രിസ്തുവിനെ തന്നെ ഞാൻ കണ്ടിരിക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞായിരിക്കെ ഈശോയുമൊത്തുള്ള സ്വപ്നങ്ങൾ പെട്ടെന്ന് ഞാൻ ഓർത്തു. എന്നാൽ ഇപ്പോഴിതാ ഇവിടെ ഈശോ എൻ്റെ നേരെ പുഞ്ചിരിച്ചുകൊണ്ട്. വീണ്ടും അന്ന് ഉച്ച കഴിഞ്ഞ് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി: ഞാൻ തിരുഹൃദയമാണ്. എൻ്റെ തിരുഹൃദയത്തിൻ്റെ മധ്യത്തിൽ ഒരിടമുണ്ട്. എൻ്റെ പ്രിയമുള്ളവളെ, നീ അവിടെയാണ് വസിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് അപ്രത്യക്ഷനായി. എന്നാൽ അധിക സമയം കഴിഞ്ഞില്ല. അവിടുന്ന് വീണ്ടും വന്നിട്ട് പറഞ്ഞു: സമാധാനം നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നീ ഇതെല്ലാം എഴുതിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മക്കൾ ഇവ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ആത്മാക്കൾ ജീവനുള്ളതാണ്. അതുപോലെ പിശാചുണ്ട്. എൻ്റെ വിശുദ്ധ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതൊന്നും പഴങ്കഥയല്ല. പിശാച് യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ്. അവൻ നിങ്ങളുടെ ആത്മാക്കളെ നശിപ്പിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ്. 7/3/1987. ഈ വാക്കുകൾ അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭൂമിയുടെ അധോഭാഗങ്ങൾ എത്തിയിരിക്കുന്നതായി എനിക്ക് മനസ്സിലായി. ഞാനൊരു മയക്കത്തിലേക്ക് വീഴുകയായിരുന്നില്ല. കാരണം ഈ ദർശനം എനിക്ക് ബുദ്ധിയുടെ തലത്തിലാണ് നൽകപ്പെട്ടത്. ഞാൻ എത്തിച്ചേർന്ന സ്ഥലം ഒരു ഭൂഗർഭ ഗുഹ പോലെ തോന്നിച്ചു. പൊക്കം കുറഞ്ഞ സീലിംഗ്, അന്ധകാരമാണ്. തീയിൽ നിന്ന് വരുന്ന പ്രകാശം മാത്രം. ഈർപ്പമുള്ളതുപോലെ തോന്നിച്ചു. തറ ഇരുണ്ട ചാരനിറമാണ്. നനവുള്ളതുകൊണ്ടാകാം പറ്റിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ മണ്ണിൻ്റെ സ്വഭാവം പൊടിയായിട്ടാണ്, മാവ് പൊടി പോലെ. എൻ്റെ മുമ്പിലായി ധാരാളം ആത്മാക്കളെ നിരനിരയായി കെട്ടിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അവരുടെ തല മാത്രമേ കാണുന്നുള്ളൂ. അവരുടെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗം ഒരു മതിലിന് പിറകിലായിട്ടാണ്. അവരുടെ മുഖം കഠിനയാതനയുടെ ആവരണം പോലെ തോന്നിച്ചു. എൻ്റെ ചുറ്റിലും സ്വരം കേൾക്കുന്നതായി എനിക്ക് മനസ്സിലായി. വലിയ ഇരുമ്പ് ചക്രം കറങ്ങുന്നതിൻ്റെയും ചുറ്റിക ആഞ്ഞടിക്കുന്നതിൻ്റെയും പലവിധ സ്വരങ്ങൾ കൂടിക്കലർന്ന ഒരു ബഹളം. എൻ്റെ ചുറ്റിലും ശപിക്കപ്പെട്ട ആ നരകവാസികളുടെ കരച്ചിലും നിലവിളിയും വ്യക്തമായി കേൾക്കാമായിരുന്നു. എല്ലാം കൂടി വളരെ ബഹളം നിറഞ്ഞൊരു സ്ഥലമാണെന്ന് തോന്നി. എൻ്റെ മുമ്പിൽ ഏകദേശം 5 മീറ്റർ അകലെയായി സാത്താൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. നരകശിക്ഷ വിധിക്കപ്പെട്ടവരെ നേരെ തിരിഞ്ഞാണ് നിൽക്കുന്നത്. എനിക്ക് പുറംതിരിഞ്ഞും. സാത്താൻ്റെ നീട്ടിപ്പിടിച്ച കയ്യിൽ നിറയെ തിളച്ച ലാവയാണ്. നരകശിക്ഷ വിധിക്കപ്പെട്ടു വന്നിരിക്കുന്നവരെ വലത്തേയറ്റം മുതൽ ഇടത്തേയറ്റം വരെ ഓരോരുത്തരുടെയും മുഖത്തേക്ക് ഈ ലാവ അയാൾ തെറിപ്പിക്കുകയാണ്. മുഖം പൊള്ളി കുമളിക്കുവാൻ തക്കവിധം. പിറകിലാരോ ഉണ്ടെന്ന് മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കി. എന്നെ കണ്ടു. അയാളുടെ മുഖം മനുഷ്യരുടെ മുഖം പോലെയാണ്. എന്നാൽ അത് മുഴുവൻ കോപവും വെറുപ്പുമാണ്. കണ്ണുകളിലാണ് ഏറ്റവും കൂടുതൽ വെറുപ്പും കോപവും. അയാൾ ഒരു ഭ്രാന്തനെ പോലെയാണ്. എന്നെ കണ്ട ഉടനെ വലിയ വെറുപ്പോടെ അയാൾ നിലത്തേക്ക് തുപ്പി. വലിയ കനത്ത പരുക്കൻ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു: പറയുകയല്ല, മുരളുകയാണെന്ന് പറയാം. ഹാ, ഒരുത്തിയെ കണ്ടോ? വൃത്തികെട്ട പുഴു. നോക്ക്, ഈയിടെയായി പുഴുക്കളും നമ്മുടെ ചോര കുടിക്കാൻ വരികയാണ്. പോ, ദൂരെ പോ. പിന്നെ മൃഗീയമായ ആനന്ദത്തോടെ അയാൾ എന്നോട് പറഞ്ഞു: നോക്കിക്കേ. എന്നിട്ട് അയാൾ ലാവയെടുത്ത് ആ പാവപ്പെട്ടവരുടെ മുഖത്തേക്ക് വീണ്ടും എറിഞ്ഞു. അവർ ദീനമായി നിലവിളിക്കുകയും കരയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹോ, ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ എന്നവർ വിലപിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ കോപത്താൽ ജ്വലിച്ചുകൊണ്ട് സാത്താൻ കൂവി: ഭൂമിയിലെ ജന്തുക്കളെ, ഞാൻ പറയാം, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ ഒരു ദിവസം വരും. അയാൾ ഉച്ചത്തിൽ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവൻ എന്തൊരു വിഡ്ഢിയാണ്. അവസാനം ഇവൻ വിജയിക്കുമെന്ന് കരുതാൻ മാത്രം. ഞാൻ എന്താണ് ചിന്തിച്ചതെന്ന് അവൻ ഊഹിച്ചെന്ന് തോന്നുന്നു. ഒരു വെല്ലുവിളിയുടെ ശബ്ദത്തിൽ അവൻ പറഞ്ഞു: ഞാൻ വിഡ്ഢിയൊന്നുമല്ല. വലിയ പകയോടെ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചിട്ട് അവൻ ആ പാവം ആത്മാക്കളുടെ നേരെ തിരിഞ്ഞ് കളിയാക്കി പറഞ്ഞു: നിങ്ങൾ കേട്ടോ, ഇവൾ എന്നെ വിഡ്ഢിയെന്ന് വിളിച്ചു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആത്മാക്കളെ, അവളുടെ പറച്ചിലിന് നിങ്ങളെ കൊണ്ട് ഞാൻ പിഴയടപ്പിക്കും.
ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ എറിയാൻ വീണ്ടും അയാൾ ലാവയെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നിരാശയോടെ ഈശോയുടെ നേരെ തിരിഞ്ഞിട്ട് അവനെ തടയാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് അപേക്ഷിച്ചു. ഈശോ പറഞ്ഞു, ഞാൻ അവനെ തടയും. സാത്താൻ ലാവ എറിയാനായി കൈ ഉയർത്തിയപ്പോൾ അവന് ദുസ്സഹമായ വേദനയുണ്ടായിട്ട് അവൻ ഉച്ചത്തിൽ കാറി. ഈശോയെ ശപിച്ചിട്ട് അവൻ എൻ്റെ നേരെ നോക്കി അലറി, കള്ള മന്ത്രവാദിനി, പോ, പോ, ഞങ്ങളുടെ അടുത്തു നിന്ന് പോകൂ. പെട്ടെന്ന് നരകത്തിന്റെ ഗേറ്റിന് തൊട്ടപ്പുറത്തു നിന്നും ആത്മാക്കളുടെ സ്വരം കേൾക്കാൻ തുടങ്ങി. ശുദ്ധീകരണ സ്ഥലത്തിന്റെ ഏറ്റവും താഴ്ന്നതാണത്, നരകമല്ല. ഞങ്ങൾ അവിടെയുണ്ടെന്നറിഞ്ഞിട്ട് അവർ ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ എന്ന് ഞങ്ങളോട് കരഞ്ഞപേക്ഷിച്ചു. അവിടെ പെട്ടെന്ന് ശൂന്യതയിൽ നിന്ന് ആരോ ഒരാൾ സാത്താന്റെ മുമ്പിലേക്ക് വന്നു. അത് പിശാചുക്കളിൽ ഒരാളാണെന്ന് എനിക്ക് വ്യക്തമായി. സാത്താൻ അയാളോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുന്നത് ഇപ്പോൾ സാത്താനെ കാണാൻ സാധിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി നീ ചെയ്യുന്നുണ്ടോ? ഞാൻ നിന്നോട് ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നവ നീ ചെയ്യുന്നുണ്ടോ? അവളെ ഉപദ്രവിക്കണം, അവളെ നശിപ്പിക്കണം, അവളെ പിന്തിരിപ്പിക്കണം. ആ പിശാചിന് സാത്താൻ കൊടുക്കുന്ന കൽപ്പന എന്നെ ഉദ്ദേശിച്ചാണ്. എന്നെ പിന്തിരിപ്പിക്കാനും എൻ്റെ ദൗത്യം തകർക്കാനും വേണ്ടി എപ്പോഴും എൻ്റെ കൂടെ തന്നെ കാണണമെന്നാണ് ആ പിശാചിനോട് സാത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാത്താൻ മറ്റു പിശാചുക്കളെ പേര് ചൊല്ലി വിളിക്കുന്നത് കേട്ടു. ഇടയ്ക്ക് മനുഷ്യപ്പേരുകളും വിളിക്കുന്നുണ്ടായിരുന്നു. നരകത്തിൽ ചെന്ന ആത്മാക്കൾക്കും പിശാചിനെ പോലെ മനുഷ്യരിൽ പ്രവേശിക്കാനും പൈശാചിക ഉപദ്രവം ചെയ്യാനും സാധിക്കുമെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അവരെല്ലാം ലൂസിഫറിന്റെ ആധിപത്യത്തിന് കീഴിലാണ്. അവന്റെ കീഴിലുള്ളവരെല്ലാം വെറുപ്പിലാണ് ജീവിക്കുന്നത്. അവർക്ക് എത്രയായാലും വീണുപോയ ആ മാലാഖമാരുടേതുപോലെ അളവറ്റ ശക്തിയില്ല. നമുക്ക് ഈ സ്ഥലത്തു നിന്ന് പോകാമോ എന്ന് ഞാൻ ഈശോയോട് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, വരൂ, നമുക്ക് പോകാം. നീ ഇതെല്ലാം എഴുതിയെടുക്കണം. സാത്താന്റെ മേൽ ഈശോയ്ക്ക് പൂർണ്ണമായ ആധിപത്യമാണ് ഉള്ളതെന്ന് ഈ ദർശനം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പിശാചുക്കളെ ഓടിക്കാൻ അവിടുത്തെ നാമം നാം ഉപയോഗപ്പെടുത്തണമെന്ന് അവിടുന്ന് എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് ആത്മവിശ്വാസവും സമാധാനവും ലഭിച്ചു. നരകത്തിന്റെ ഈ ദർശനത്തിനു ശേഷം ഒരു സംഘം പിശാചുക്കളെ തന്നെ എന്നെ ആക്രമിക്കാൻ സാത്താൻ അയച്ചു. ഇത്തവണ എനിക്ക് അവയെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയാമായിരുന്നതുകൊണ്ട് ആ പുതിയ ആത്മവിശ്വാസത്തോടെ അവയെ പരിഹസിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നടപ്പില്ല, ഇനി നടപ്പില്ല. ചിമ്പാൻസിയെ പോലെ തോന്നിക്കുന്ന കുട്ടി പിശാചുക്കളായിരുന്നു അവ. ആക്രമിക്കാൻ വരുന്ന പൂച്ചയെപ്പോലെ അവ എൻ്റെ പുറത്ത് ചാടിക്കേറി. പക്ഷേ എനിക്ക് ഭദ്രതയും അവയേക്കാൾ ശക്തിയും അനുഭവപ്പെട്ടു. ഒട്ടും ഭയം തോന്നിയില്ല, ഒരു മുഷിച്ചൽ തോന്നിയതു മാത്രം. ഈശോയുടെ നാമം ഉപയോഗിച്ച് അവയെ തൂത്തെറിയാൻ എനിക്ക് കഴിയുമെന്ന് എൻ്റെ ആത്മാവിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവ ഒരപകടമായി തോന്നിയില്ല. ഭക്ഷണമേശയിൽ പറന്നു നടക്കുന്ന ഈച്ചയെപ്പോലെ ഒരു ശല്യമായിട്ടാണ് തോന്നിയത്. അവയെ കണ്ടു മടുത്തെന്ന് തോന്നിയപ്പോൾ നരകത്തിലേക്ക് മടങ്ങിപ്പോകാൻ അവയോട് ഞാൻ ഈശോയുടെ നാമത്തിൽ കൽപ്പിച്ചു. മോങ്ങിക്കരഞ്ഞുകൊണ്ട് പിശാചുക്കളെല്ലാം ഉടൻ സ്ഥലം വിട്ടു. നിങ്ങൾ കേട്ടത് സ്വർഗം ഒരു യാഥാർത്ഥ്യം, നരകവും അതുപോലെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.